വേറൊരു ജ്യോത്സ്യം പറഞ്ഞു 11ാം ദിവസം നിങ്ങൾ വീടടച്ച് പോകേണ്ടിയിരുന്നു പറഞ്ഞു. ഞാനത് വിശ്വസിച്ചില്ല. ഇതൊക്കെ ചുമ്മാ ഓരോരുത്തർ പറയുന്നതല്ലേ, ഞാൻ ആ രീതിയിലേ വിശ്വസിച്ചുള്ളൂ. പക്ഷേ 11 ദിവസം കഴിഞ്ഞപ്പോൾ കോവിഡ് ബാധിച്ചു ഞങ്ങൾക്ക് എല്ലാവർക്കും. പക്ഷെ അതിനുശേഷം ആ സമയത്ത് തന്നെ എൻ്റെ സ്റ്റാഫ് വന്ന് കട തുറക്കാൻ ശ്രമിച്ചു. പ്രിൻ്ററും ലാപ്ടോപ്പും എല്ലാം ഒരുമിച്ച് അടിച്ചുപോയി. എല്ലാത്തിനേക്കാൾ ഇമ്പോർട്ടൻ്റ്, നീ നിൻ്റെ ഉപാസകമൂർത്തിയോട് ചോദിക്കണം സമ്മതമാണോ. അപ്പോൾ ആ പ്രശ്നത്തിൽ കണ്ടത് ദേവിക്ക് തിരിച്ച് അതേ റൂമിൽ തന്നെ ഇരിക്കാനാണ് താല്പര്യം. എനിക്ക് എന്തായാലും എൻ്റെ അമ്മൂമ്മയുടെ അൽസിമസ് മാറ്റിയപ്പെട്ടു. ദൈവം എന്ത് വന്നാലും എൻ്റെ ഉപാസകമൂർത്തി എന്നോട് ഉണ്ടെങ്കിൽ മാറ്റിയിരിക്കും. ഈ കാർപോച്ചിൽ വെച്ചതിന് ശേഷം എൻ്റെ തൊട്ടടുത്ത് വീട്ടിൽ വരെ ഒരു കാല് ഒടിഞ്ഞിട്ടുണ്ട്. അയാൾ ഒതുങ്ങി പോയി നടക്കുന്ന ആളാണ്. അപ്പോൾ എങ്ങനെ സംഭവിച്ചെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ അങ്ങയുടെ ഈ പാരമ്പര്യത്തിൽപ്പെട്ട ആ ദേവീ ചൈതന്യത്തെ കണ്ടെത്തി ഇപ്പോൾ അങ്ങയുടെ വീട്ടിൽ പ്രതിഷ്ഠിച്ചതിന് ശേഷം അങ്ങേക്കുണ്ടായ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ, അതൊന്ന് പറയാമോ അതിനെപ്പറ്റി? അനുഭവം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഈ ലൈഫ് ഇപ്പോൾ ഈ ദേവികളെ ഞാൻ ഇപ്പോൾ കാർപോച്ചിൽ വെച്ചില്ലേ, ആ കാർപോച്ചിൽ വെച്ച സമയത്ത് തൊട്ട് ഒരു വാസ്തുവിൻ്റെ ആൾ വന്നിട്ടാണ് നോക്കിയത്. ആളുടെ വാക്കിട്ട് ഞാൻ കാർപോച്ചിൽ വെച്ചു. പക്ഷെ കൃത്യം എന്നോടൊരാൾ വേറൊരു ജ്യോത്സ്യം പറഞ്ഞു 11ാം ദിവസം നിങ്ങൾ വീടടച്ച് പോകേണ്ടിയിരുന്നു പറഞ്ഞു. ഞാനത് വിശ്വസിച്ചില്ല. ഇതൊക്കെ ചുമ്മാ ഓരോരുത്തർ പറയുന്നതല്ലേ, ഞാൻ ആ രീതിയിലേ വിശ്വസിച്ചുള്ളൂ. പക്ഷേ 11 ദിവസം കഴിഞ്ഞപ്പോൾ കോവിഡ് ബാധിച്ചു ഞങ്ങൾക്ക് എല്ലാവർക്കും. പക്ഷെ ഞങ്ങളെല്ലാവരും സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിലായിരുന്നു അഡ്മിറ്റ് ചെയ്ത്. മെഡിക്കൽ കോളേജും ഇങ്ങനെയൊക്കെ ഹോസ്പിറ്റലായിരുന്നു. പക്ഷെ അത് സാധാരണ ഒരു കാര്യം. കോവിഡ് ഞാൻ ജനസേവന കേന്ദ്രം ചെയ്യുന്നതുകൊണ്ട് ആധാറിൻ്റെ ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ട് എന്തായാലും എനിക്ക് കോവിഡ് ബാധിക്കും. കാരണം ഞാൻ ജനസേവന കേന്ദ്രമാണ്. എൻ്റെ ലൈഫിൽ ഇപ്പോൾ പല കാര്യങ്ങൾക്കും അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എൻ്റെ ലൈഫിലുണ്ട്. അത് ഒരിക്കലും ഇതല്ലെന്ന് എനിക്കറിയാം. പക്ഷെ അതിനുശേഷം ആ സമയത്ത് തന്നെ എൻ്റെ സ്റ്റാഫ് വന്ന് കട തുറക്കാൻ ശ്രമിച്ചു. പ്രിൻ്ററും ലാപ്ടോപ്പും എല്ലാം ഒരുമിച്ച് അടിച്ചുപോയി. എൻ്റെ ഓഫീസിലെ എല്ലാ ലാപ്ടോപ്പും ഒരുമിച്ച് അടിച്ചുപോയി. അത് നമുക്ക് വേണമെങ്കിൽ പറയാം ഇലക്ട്രോണിക്സിൻ്റെ പ്രശ്നമാണെന്ന് പറയാം, പെട്ടെന്നുണ്ടായ ഷോർട്ട് സർക്യൂട്ടാണെന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് സ്റ്റാഫ് വീട്ടിൽ പോയിട്ട് സ്വന്തം സ്റ്റാഫിൻ്റെ സ്വന്തം ലാപ്ടോപ്പ് എടുത്ത് വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യാൻ നോക്കി. ഞങ്ങളെല്ലാം കോവിഡാണ്, ഐസൊലേഷനാണ്, പല ഹോസ്പിറ്റലാണ്. കട മുന്നോട്ട് പോകാൻ വേണ്ടി സ്റ്റാഫ് കാണിച്ച സ്നേഹമാണത്. വീട്ടിൽ പോയിട്ട് ചെയ്യാൻ നോക്കി വർക്കുകളൊക്കെ. അപ്പോൾ ബാങ്കിൽ ബാലൻസ് -30,000. ഇതെങ്ങനെ വന്നു? ഞാൻ ബാങ്കിനെ വിളിച്ച് ചീത്ത പറഞ്ഞു. ബാങ്ക് വന്ന് അറിയുന്നില്ല ഈ -30 എന്തുകൊണ്ട് വന്നെന്ന് അറിയുന്നില്ല. അവർക്ക് അറിയുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അവരൊക്കെ ബാങ്ക് കഴിഞ്ഞു. ഞാൻ എന്ത് ചെയ്യണം, എൻ്റെ വർക്ക് മുന്നോട്ട് പോകുന്നില്ല. ഇതേ സമയത്ത് അമ്മൂമ്മ തിരിച്ചു വന്നപ്പോഴും അമ്മയുടെ കാലൊടിഞ്ഞു. ഇങ്ങനെ അമ്മൂമ്മയുടെ കാലൊടിഞ്ഞു, അങ്ങനെ ഓപ്പറേഷൻ ചെയ്തു. ഈ സമയത്ത് അമ്മൂമ്മയ്ക്ക് ഓർമ്മയും പോയി, കിടന്ന കിടപ്പുമായി, അൾസിമോസുമായി. ഈ ഒരുപാട് സംഭവങ്ങൾ എൻ്റെ ലൈഫിൽ നടന്നു. ഈ കാർപോച്ചിൽ വെച്ചതിന് ശേഷം എൻ്റെ തൊട്ടടുത്ത് വീട്ടിൽ വരെ ഒരു കാല് ഒടിഞ്ഞിട്ടുണ്ട്. അയാൾ ഒതുങ്ങി പോയി നടക്കുന്ന ആളാണ്. അപ്പോൾ എങ്ങനെ സംഭവിച്ചെന്ന് എനിക്കറിയില്ല. സംതിങ് ദെയർ. കാരണം ആ ഊർജ്ജം നിലനിൽക്കുന്ന അതിന് ചുറ്റുമായിരിക്കാം. അപ്പോൾ കാർപോച്ചിലെത്തിയപ്പോൾ എന്നോടൊരാൾ ചോദിച്ചു, നീ നിൻ്റെ ഉപാസക മൂർത്തിയോട് ചോദിച്ചോ കാർപോച്ചിലേക്ക് പോകാൻ സമ്മതമാണോ എന്ന്. ഓക്കെ, തര ഉയർത്തി വെച്ചു, എന്നാലും സമ്മതമാണ് ചോദിക്കണം. വാസ്തു അല്ല ഇമ്പോർട്ടൻ്റ്. എല്ലാത്തിനേക്കാൾ ഇമ്പോർട്ടൻ്റ്, നീ നിൻ്റെ ഉപാസകമൂർത്തിയോട് ചോദിക്കണം സമ്മതമാണോ. ഞാൻ ചോദിച്ചില്ല. ഞാൻ എൻ്റെ തെറ്റവിടെ മനസ്സിലാക്കി. അപ്പോൾ ഞാൻ ദൈവത്തോട് മാപ്പ് ചോദിച്ചു. ഞാൻ പ്രശ്നം വെക്കാൻ തീരുമാനിച്ചു. അതുകൊണ്ടാണ് തിരിച്ചുതരാൻ. 3-4 സ്ഥലത്ത് പ്രശ്നം വെച്ചു. കാരണം എനിക്കിതിൽ ഞാൻ പറഞ്ഞു 3 പേര് ഒന്നാന്ന് പറഞ്ഞാൽ ഞാൻ അത് സത്യമാണെന്ന് വിശ്വസിക്കാം. ഒരാൾ പ്രശ്നം വെച്ചാൽ സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കില്ല. കാരണം ചിലപ്പോൾ കാരണം താമ്പൂലായാലും അഷ്ടമകളായാലും ഇതൊക്കെ ഒരു സാധ്യതകളാണ്. പെട്ടെന്ന് ഒരാൾ വരുന്ന നിമിത്തം. ഇപ്പോൾ ഇവിടെ പെട്ടെന്നൊരു പെണ്ണ് കടന്നു വന്നാൽ ആ നിമിത്തം അനുസരിച്ചാണ് പറയുന്നത്. അത് നമുക്ക് ചിലപ്പോൾ ആ പെണ്ണ് ഇവിടെ വരാൻ ഒരു കാര്യത്തിന് വേണ്ടി വരുന്നു. അത് ഇതായിട്ട് കോയിൻസൈഡ് ചെയ്യുമ്പോൾ ഒരു നിമിത്തം മാത്രമാണ്. അപ്പോൾ ഞാൻ ചിന്തിക്കുന്ന 3 സ്ഥലത്ത് അതേ നിമിത്തം നടക്കുകയാണെങ്കിൽ അവിടെ എന്തോ ഒരു സത്യം ഉണ്ടാവും. അപ്പോൾ ആ പ്രശ്നത്തിൽ കാണുന്നത് ദേവിക്ക് തിരിച്ച് അതേ റൂമിൽ തന്നെ ഇരിക്കാനാണ് താല്പര്യം. അങ്ങനെ ഞാൻ തിരിച്ച് അവിടെ തന്നെ കൊണ്ടുവച്ചു. അത് കഴിഞ്ഞിട്ട് ആ സമയത്ത് എൻ്റെ അമ്മൂമ്മയ്ക്ക് അൾസിമേഴ്സായി. ഞാനപ്പോൾ എൻ്റെ ബേബി ഷോപ്പ് ക്ലോസ് ചെയ്തു. കാരണം അമ്മൂമ്മ കിടന്ന കിടപ്പ് ബെഡ് സോർ വരും. എൻ്റെ അമ്മൂമ്മ പൊയ്ത്തെറിച്ച് ചാവണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. കാരണം ഞാനൊരു സാധനം ഏറ്റെടുത്താൽ ഏറ്റവും നല്ല രീതിയിൽ നോക്കണം. ഞാനപ്പോൾ എന്താ വെച്ചാൽ എൻ്റെ ബേബി ഷോപ്പ് അടച്ചിട്ടു. എന്നിട്ട് ഞാൻ അമ്മൂമ്മയെ നോക്കാൻ തീരുമാനിച്ചു.
ആ സമയത്ത് ഞാൻ എൻ്റെ തിരുമേനോട് പറഞ്ഞു, എനിക്ക് എന്തായാലും എൻ്റെ അമ്മൂമ്മയുടെ അൽസൈമേഴ്സ് മാറ്റിയേ പറ്റൂ. ദൈവം എന്ത് വന്നാലും എൻ്റെ ഉപാസകമൂർത്തി എന്നോട് ഉണ്ടെങ്കിൽ മാറ്റിയിരിക്കും. നീ ഇങ്ങനെ വാദിക്കരുതെന്ന് എന്നോട് പറഞ്ഞു. എൻ്റെ ഉപാസകമൂർത്തിക്ക് എൻ്റെ വിഷമം മനസ്സിലാവും, എൻ്റെ കൂടെ നിൽക്കണ്ടേ, എന്നാലേ ഉപാസകമൂർത്തിയിൽ ബന്ധം ഉണ്ടാവുള്ളൂ. ആളത് ഒരിക്കലും വിശ്വസിച്ചില്ല. കാരണം അൽഷീമേഴ്സ് പോലത്തെ ഒരു രോഗമാണ്. ഒരിക്കലും ഈ ലോകത്ത് മാറില്ലെന്ന്. പക്ഷെ എനിക്കത് മാറി. 2 റീസൺ ഉണ്ട്, ഞാൻ പറയാം. ഞാൻ അതിൽ ചെയ്ത കാര്യങ്ങൾ, ഒരു ആയുർവേദ റിട്ടയർമെൻ്റായി ഗവൺമെൻറ് ഡോക്ടർ വഴി എനിക്ക് മെറ്റൽ റീജനറേഷനുള്ളൊരു മരുന്ന് തന്നു. അത് ഞാൻ ഗവൺമെൻറ് ആയുർവേദ ഹോസ്പിറ്റലിൽ നിന്നാണ് മേടിച്ചത്. ഈ ആയുർവേദ പൊതിയിൽ തന്നെ അതിൽ എഴുതിയിട്ടുണ്ട്, ശിവൻ പണ്ടുണ്ടാക്കിയ ഒരു ഇതാണ് ഇത്. ശിവനെ ധ്യാനിച്ചാൽ കൊടുക്കേണ്ടത് മെറ്റൽ റീജനറേഷന് വേണ്ടി. ഞാനത് കൊടുക്കാൻ തീരുമാനിച്ചു, ശിവനെ ധ്യാനിച്ച്. ശിവനെ ധ്യാനിച്ച ആ സമയത്ത് ഞാൻ പറഞ്ഞു, പാലഭിഷേകം എല്ലാ വെളുത്തവാനും ഞാൻ പാലഭിഷേകം ചെയ്യാം. എൻ്റെ അമ്മൂമ്മയ്ക്ക് അൽസൈമേഴ്സ് തിരിച്ചു വന്ന് എൻ്റെ പണ്ടത്തെ അമ്മൂമ്മ എനിക്ക് വേണം. ഞാൻ അതേപോലെ തന്നെ അമ്മൂമ്മ കിടപ്പായതുകൊണ്ട് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും വെളിച്ചെണ്ണയിൽ മസാജ് ചെയ്യും, കാടമുട്ട കൊടുത്തിരുന്നു. എനിക്ക് ഒരു അയിത്തവും ഇല്ല നോൺ വെജിനോട്. കാരണം ചിക്കൻ ആയാലും ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് നല്ലതാണ് ചെയ്യുന്നത്. കാരണം എല്ലാത്തിനും ഡൈജഷൻ, ഇതൊക്കെ വിറ്റാമിൻസും മിനറൽസും ഉണ്ട്. ഞാൻ ഒരിക്കലും വെജിറ്റബിൾ മാത്രം കഴിക്കണം ഞാൻ പറയില്ല. എല്ലാ വെജിറ്റബിൾ തൊട്ടും നമ്മൾ കഴിക്കുന്ന എല്ലാ ആഹാര പദാർത്ഥങ്ങളും വിറ്റാമിൻസും മിനറൽസും ഉണ്ട്, നമ്മുടെ ശരീരത്തിന് ആവശ്യമുണ്ട്. കാരണം ഇപ്പോൾ എൻ്റെ അച്ഛന് പാർക്കിൻസൺ എന്ന രോഗം ഇപ്പോൾ ഉണ്ട്, ഞാൻ അച്ഛനെ നോക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് എനിക്കറിയാം കൂടുതൽ അച്ഛന് വിറ്റാമിൻസ് മിനറൽസ് പച്ചക്കറി കഴിക്കുമ്പോൾ കിട്ടാറില്ല. കാരണം പച്ചക്കറി ഒരുപാട് കഴിക്കണം. ചിക്കൻ കഴിച്ചാൽ ഈസിയാണ്, പക്ഷേ ചിക്കൻ ഡൈജഷൻ ടൈം കൂടുതലാണ്. മുട്ടയ്ക്കും ഡൈജഷൻ ടൈം കൂടുതലാണ്, പക്ഷേ മീനിന് ഡൈജഷൻ ടൈം കുറവാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് വിറ്റാമിൻസും മിനറൽസും ശരീരത്തിലേക്ക് എത്തും. അപ്പോൾ ഏറ്റവും നല്ലത്, ദഹനശേഷി കുറവുള്ള ആൾക്കാർക്ക് ഏറ്റവും നല്ലത് മീനാണ്. അപ്പോൾ അത് കഴിക്കേണ്ടതെന്ന് പറയുന്നത് തെറ്റാണ്. ഈ ലോകത്ത് നമുക്ക് എക്കോസിസ്റ്റമാണ്, നമ്മൾ പഠിച്ചിരിക്കുന്ന സയൻസിലെ എക്കോസിസ്റ്റമാണ്, എല്ലാം പരസ്പരം കഴിക്കുന്നുണ്ട്. ഇത് നമ്മൾ എന്തിനാണ് തെറ്റായിട്ട് കാണുന്നത്? നമ്മുടെ ശരീരത്തിൽ എന്താണ് നല്ലത് ചെയ്യുക. അപ്പോൾ ഞാൻ അമ്മൂമ്മയ്ക്ക് കാടമുട്ടയും കൊടുത്തു, വെളിച്ചെണ്ണ ഉപയോഗിച്ച് നന്നായിട്ട് മസാജ് ചെയ്തു. അങ്ങനെ 1 മാസത്തോടെ നന്നായിട്ട് ഞാൻ കഷ്ടപ്പെട്ടു. കടയൊക്കെ പൂട്ടി, സ്വന്തം കട പൂട്ടി. ഇത് 10 ലക്ഷം ഉപയോഗിച്ച കട ഞാൻ സ്വന്തം അമ്മൂമ്മയ്ക്ക് വേണ്ടി പൂട്ടി. കട പൂട്ടി അമ്മൂമ്മയെ സംരക്ഷിച്ചു. ഈ ലോകത്ത് അങ്ങനെ ആരെങ്കിലും ചെയ്യുമോ? ഞാൻ അങ്ങനെ ചെയ്തു. കാരണം എനിക്ക് വലുത് ബിസിനസ്സോ പൈസയോ സാമ്പത്തികമോ അല്ല. നമ്മുടെ അമ്മ, നമ്മുടെ അച്ഛൻ, അമ്മൂമ്മ, നമ്മുടെ ആൾക്കാരെ സംരക്ഷിക്കുക. അവരെ നോക്കാതെ ജീവിച്ചിട്ട് ഒരു കാര്യമില്ല. നമുക്ക് നമ്മുടെ ഒരു കുഞ്ഞു കുട്ടിക്ക് പനി വന്നാൽ ഭയങ്കര സങ്കടമാണ്. ഞാൻ പലരും കണ്ടിട്ടുണ്ട്, സ്വന്തം കുട്ടിക്ക് ചെറിയൊരു പനി വന്നാൽ ഭയങ്കര ഓട്ടമാണ്. സ്വന്തം അമ്മൂമ്മയ്ക്കൊക്കെ പനി വന്നാൽ ഓടില്ല. വയസ്സായി പനി വരും. ഈ ഒരു ചിന്താഗതി നമ്മുടെ സാമൂഹിക എല്ലാവർക്കും ഉണ്ട്. ഇപ്പോൾ ഈ പറയുന്ന ആൾക്കാർ എന്നെ കളിയാക്കുന്നതും പരിഹസിക്കുന്നതും ഞാൻ സ്വയം അവരോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ അമ്മൂമ്മയെ സംരക്ഷിക്കുക ആദ്യം. അതിനൊപ്പം തന്നെ നിങ്ങൾ പറയുന്ന അന്ധവിശ്വാസം ഞാൻ പറയട്ടെ, ഞാനല്ല അന്ധവിശ്വാസി, നിങ്ങളാണ്. കാരണം പല അമ്പലങ്ങളിലും എല്ലാവരും വഴിപാടുകളെല്ലാം കൊടുത്തും എന്നിട്ട് ഓടിപ്പോകുന്നു. ഇതുകൊണ്ട് എന്താ റിസൾട്ട്? നമ്മളൊരു അമ്പലത്തിൽ പോകുമ്പോൾ ഒന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക, സ്നേഹിക്കുക. ഇത് പലരും എങ്ങനെയാമോ, ജോലിക്ക് പോകണം, ഒന്ന് ഓടിപ്പടഞ്ഞ് വഴിപാട് ഷീറ്റ് കൊടുത്തു, തിരുമേനി ഒരു വഴിപാടുണ്ട്, ഒരു ഗണപതി ഹോമം, പ്രസാദം എൻ്റെ മകൻ വന്ന് വാങ്ങിച്ചു മേടിക്കും, മകൻ വന്ന് വാങ്ങിച്ചു കൊണ്ടുപോകുമെന്ന് പറയും. എന്നിട്ട് ആ വ്യക്തിയും പോകുന്നു, പിന്നെ മകൻ വരുന്നു, ആ വഴിപാട് മേടിച്ചു പോകുന്നു. ഇതിന് ഒരിക്കലും റിസൾട്ട് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങളെല്ലാവരും സ്വയം മനസ്സിലാക്കുക. ഒരു രുദ്രാക്ഷം ധരിച്ചാൽ അത് മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടി നമുക്ക് 108 തവണ ചെല്ലണം. ആ ഒരു രീതിയിലാണ് ഞാൻ രുദ്രാക്ഷം ധരിക്കുന്നത്. എൻ്റെ ജപമാലയാണത്. ഞാൻ അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണക്കാക്കുന്നുണ്ട്. അതെനിക്ക് ജപിക്കാനുള്ള മാലയാണ്. അത് വെച്ചാൽ ഒരിക്കലും സ്വാമിയാവില്ല. സമൂഹത്തിന് ഇങ്ങനെ ഒരു വേഷം ധരിച്ച അപ്പം തന്നെ ചിത്രീകരിക്കാനാണ് ഇഷ്ടം. ഹിന്ദുത്വം വന്നു കഴിഞ്ഞാൽ ഇപ്പം തന്നെ സ്വാമി ഇങ്ങനെ പല രീതിയിൽ ചിത്രീകരിക്കാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പല കുടുംബക്ഷേത്രങ്ങളും ഇപ്പോൾ വരാത്ത അവസ്ഥ.
പലയിടത്തും പലർക്കും കുടുംബക്ഷേത്രം മുന്നോട്ട് നീക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷേ എന്ത് ചെയ്താലും ഇവിടെ പ്രശ്നങ്ങളാണ്, സമ്മതിക്കുന്നില്ല നമ്മുടെ സമൂഹം. അപ്പോൾ ഞാൻ ആ സമയത്ത് നമ്മൾ കാർപോച്ചിൽ നിന്ന് തിരിച്ച് മാറ്റി. അങ്ങനെ ഈ ഒരു 6 മാസം പ്രൊസീജിയറിലൂടെ എൻ്റെ അമ്മൂമ്മയ്ക്ക് അൾസൈമേഴ്സ് മാറി തിരിച്ചു വന്നു. ഓർമ്മ തിരിച്ചു കിട്ടി. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് എനിക്കും അറിയില്ല. മേ ബി ഞാൻ കൊടുത്ത മരുന്നിൻ്റെ എഫക്റ്റ് ആവാം. പാതി ദൈവം പാതി നമ്മുടെ പരിശ്രമം പറയുന്നില്ലേ, ഞാൻ അതിലാണ് വിശ്വസിക്കുന്നത്. ഞാൻ ചിലപ്പോൾ ദൈവത്തെ മാത്രമല്ല, ഞാൻ അവിടെ പരിശ്രമം കൂടി നടത്തി, ദൈവനെ രക്ഷിച്ചു എന്ന് ഞാൻ പറയുന്നു. അപ്പോൾ അതിനുശേഷം പിന്നീടുള്ള പ്രോസസ്സിൽ ആ സമയത്ത് ഉത്സവം നടത്താൻ ഇതേപോലെ എല്ലാവർക്കും വിമുഖത. തിരുവുത്സവമുണ്ട്. നമ്മൾ ഒരു ധർമ്മദേവത്തെ വെച്ച് കഴിഞ്ഞാൽ ആ പിറന്നാൾ ദിവസം നമ്മൾ തിരുവുത്സവമായിട്ട് കണക്കാക്കപ്പെടും. പക്ഷെ ഇത് ചെയ്യാൻ മടിയാണ് എല്ലാവർക്കും. അങ്ങനെ ആ മടിയായ സമയത്ത് ഞാൻ നടത്താൻ തീരുമാനിച്ചു. അപ്പോൾ അന്ന് ഞാൻ എൻ്റെ തൊട്ടടുത്തുള്ള 4 വീട്ടുകാരെ വിളിച്ചു. അങ്ങനെ അവരെ വെച്ച് ഞാൻ ചെയ്തു. അങ്ങനെയാണ് ഞാൻ സമൂഹത്തോട് പറയാൻ തുടങ്ങിയത്. അറിയില്ല, ആ സമയത്ത് എന്തോ എനിക്ക് തോന്നി, ഒരു 8:45 തോന്നി. ഞാൻ വിളിച്ചു, വരുന്നു ചോദിച്ചു. അങ്ങനെ ഒരു 4 വീട്ടുകാർ എൻ്റെ വീട്ടിലേക്ക് വന്നു. അവരറിഞ്ഞു ലോകം എൻ്റെ വീട്ടിൽ ഇങ്ങനെ ദൈവിക ചൈതന്യമുള്ളത് അറിഞ്ഞത് അന്നാണെന്ന്. ആ സമയമായി അന്ന് തോന്നി എനിക്കൊരു സമയമായി. പിന്നീട് എൻ്റെ ഈ ലൈഫ് പ്രോസസ്സിൽ കുറേ കാര്യങ്ങൾ സംഭവിച്ചു. കാരണം എനിക്കിനി മുന്നോട്ട് പോകുമ്പോൾ ഒരാൾ വേണം. അപ്പോൾ ആ മുന്നോട്ടുള്ള യാത്രയിൽ പല കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ചെയ്യാൻ ഒരാളില്ലെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല.